ഡ്രൈവറായ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകന്റെ വിവാഹയാത്ര KSRTC ബസ്സിലാക്കണമെന്ന്. 1, 2 ഒന്നല്ല കേട്ടോ, 5 KSRTC ബസ്സുകളാണ് കല്യാണത്തിനായി ബുക്ക് ചെയ്തത്. കൊല്ലം പത്തനാപുരം മാലൂർ സ്വദേശികളായ ബിജിത്തിന്റെയും ശ്രീലക്ഷ്മിയുടെയും കല്യാണ വിശേഷത്തിലെ ആനവണ്ടിയുടെ സാന്നിധ്യം ഒന്ന് കാണാം. വലതുകാലം ചേരുവോ? ചേരുവോ? ഇതാ നമ്മുടെ KSRTC സെറ്റല്ലേ? എന്റെ ആഗ്രഹമായിരുന്നു. ഒന്ന്, 2, 3, 4, 5 വണ്ടി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം KSRTC വണ്ടി വിളിക്കണമെന്ന്. 5 വണ്ടി ഇരിക്കുന്നുണ്ടോ തലയിൽ. ഇപ്പോൾ KSRTC ഡ്രൈവറാണ്. 10 വർഷമായിട്ട് ഇപ്പോൾ KSRTC ആണ് ഓടിക്കുന്നത്. അടുത്താണ് KSRTC കയറിയപ്പോൾ തന്നെ മോൻ്റെ കല്യാണത്തിന് KSRTC തന്നെ വിളിക്കണമെന്നുള്ളല്ലേ. ഒറ്റ വണ്ടിയൊക്കെ വിളിച്ച ഒരുപാട് പൈസ. ഇതെന്ന് വെച്ചാൽ 3600 രൂപയുള്ളൂ 4 മണിക്കൂറത്തേക്ക്. 40 കിലോമീറ്റർ 3600 രൂപ. പിന്നെ അഡീഷണൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസയോ. ഇത് നമുക്ക് ലാഭമില്ല. കാര്യം എന്ന് വെച്ചാൽ 3600 രൂപയുള്ളൂ. ഒരു കാർ വിളിക്കുന്ന പൈസയാവുന്നുള്ളൂ. മറ്റേന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ എല്ലാം കൂടെ വെച്ചാൽ 5 വണ്ടി വിളിച്ചോ എനിക്ക് തുച്ഛമായ പൈസ ആയതേ ഉള്ളൂ. ടൂറിസ്റ്റ് വണ്ടി ഒരെണ്ണം പോലും വിളിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതല്ലേ KSRTC? അച്ഛൻ KSRTCയുടെ വലിയ ആരാധകൻ. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നാ KSRTC ആക്കാന്ന് വിചാരിച്ചു. വഴിന്നുള്ള ആളുകളൊക്കെ കൈയൊക്കെ കാണിച്ചായിരുന്നു. വളരെ സന്തോഷം. അച്ഛന്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തു. അച്ഛന്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു സംഭവം. നമ്മളിപ്പോ സാധാരണ എല്ലാവരും കാണുന്ന ടൂറിസ്റ്റ് ബസ് അല്ലേ ഒക്കെ അല്ലാതെ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഒരു KSRTC ബസ് വിളിച്ചിട്ട് പഴയ ഒരു നൊസ്റ്റാൾജിയ അല്ലേ, നല്ല ഒരു അനുഭവമായിരുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണെന്ന് ബസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊടുക്കാവുന്നതിന്റെ. കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം. കണ്ണൻ, കല്യാണം കളറാക്കണം, എന്തെങ്കിലും വെറൈറ്റി പിടിക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. പക്ഷേ KSRTCയുടെ സാന്നിധ്യം കല്യാണത്തിൽ വരണമെന്നുള്ളത് എന്തായാലും ഒരു വെറൈറ്റി ആഗ്രഹമായി. അപ്പൊ അതെന്തായാലും ഗംഭീരമായ ആനവണ്ടി കൂടി എത്തിയതോടെ കല്യാണം കൂടുതൽ അടിപൊളിയായില്ലേ? വിവാഹ ദിനം അത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസം എത്രത്തോളം സന്തോഷകരമായിരിക്കാൻ സാധിക്കുക, എത്രത്തോളം നന്നായി ആ വിവാഹം നടത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ ആൾക്കാരും ചിന്തിക്കുന്നത്. പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള ബാബു കെ ഫാസി, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മകൻ്റെ വിവാഹ ദിവസം കൃത്യമായിട്ട് KSRTC ബസ്സിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് മകനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഭാര്യയോടൊക്കെ തന്നെ, ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ തന്നെ, ബന്ധുക്കളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം അല്ലെ എന്തോ ആകട്ടെ, ആ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് വിജിത്തും ആ ആഗ്രഹത്തിന് ഒപ്പം തന്നെ നിന്നു. അങ്ങനെയാണ് 5 KSRTC ബസ്സുകൾ ഇങ്ങനെ നിരനിരയായി അമ്പലത്തിന് മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ടത്. ആദ്യം ആ ക്ഷേത്രത്തിലേക്ക് വന്ന പല ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ 5 KSRTC ബസ് ഇങ്ങനെ വന്നു കിടക്കുന്നതെന്ന് ആദ്യം ഒരു ചിന്തയുണ്ടായി. അവർക്കൊരു അത്ഭുതമായിരുന്നു. പിന്നീടാണ് വിവാഹത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ആദ്യം മനസ്സിലായത്. അതിനുശേഷമാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, KSRTC ഡ്രൈവറായിട്ടുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹം മൂലമാണ് ഇത്തരത്തിൽ KSRTC ബസ്സിൽ മകൻ്റെ വിവാഹത്തിന് വേണ്ടി വരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ആ ബസ് ഉപയോഗിച്ചതെന്നുള്ള ഒരു കാര്യം മനസ്സിലായതും എല്ലാവർക്കും വലിയ സന്തോഷമായി. കാര്യം അങ്ങനെയുള്ള KSRTC ബസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായൊക്കെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള വരുമാനം KSRTCക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ വ്യത്യസ്തമാകുന്നത് അദ്ദേഹം ഒരു KSRTC ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ സ്വന്തം ഉപജീവന മാർഗമായിട്ടുള്ള ആ വാഹനത്തിൽ തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള മകൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ആൾക്കാരെ കൊണ്ടുപോകുക, മകനെയും മരുമകളെയൊക്കെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് അവിടെ നടന്നത്. വലിയ സന്തോഷമായിരുന്നു. സാധാരണ നമ്മൾ വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വിവാഹശേഷം വരനും വധുവും കൂടി ഫോട്ടോ സെക്ഷനിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും മണ്ഡപത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളുടെയൊക്കെ തന്നെ സമീപത്ത് വെച്ചോ അല്ലെങ്കിൽ ചെടികളിലേക്ക് തന്നെ ചുവട്ടിൽ പോയി നോക്കിയായിരിക്കാം ചിത്രങ്ങൾ എടുക്കുക. പക്ഷേ ഈ കല്യാണത്തിന് ശേഷമുള്ള ഫോട്ടോഷൂട്ടിലും KSRTC ആയിരുന്നു താരം. ആ KSRTCയുടെ പുറകുവശത്തും അതുപോലെ തന്നെ KSRTCക്ക് അകത്തുമൊക്കെ തന്നെയായിരുന്നു അവരുടെ ഫോട്ടോഷൂട്ടും. അങ്ങനെയുള്ള ആ ചിത്രങ്ങളൊക്കെ വിവാഹത്തിന് ശേഷമുള്ള ആ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ KSRTC ഇങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ജീവനക്കാരുണ്ടെങ്കിൽ KSRTC ഗംഭീരമായി ഉപജീവനമാർഗമായ KSRTCയിൽ വെച്ച് തന്നെ മകന്റെ വിവാഹം നടത്തി. അതെന്തായാലും ഗംഭീര കാഴ്ചയായിരുന്നു. ശരിക്കും ഒരു നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ്.